വിശദാംശങ്ങളിലേക്ക് കടക്കുമ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്കാണ് ആദ്യം തന്നെ പോകുന്നത്. ചികിത്സ വൈകിയതിനെ തുടർന്ന് അട്ടപ്പാടിയിൽ വീണ്ടും മരണം. ആംബുലൻസ് എത്താൻ വൈകിയതിനെ തുടർന്നാണ് ആദിവാസി വയോധികൻ മരിച്ചത്. അട്ടപ്പാടി സ്വദേശി ചെല്ലനെ കൊണ്ടുപോകാൻ ICU ആംബുലൻസ് എത്തിയത് 4 മണിക്കൂർ വൈകിയാണ്. ഒരാഴ്ചക്കിടെ രണ്ടാമത്തെ മരണമാണ് അട്ടപ്പാടിയിൽ സംഭവിച്ചത്. ആട് മേയ്ക്കാൻ പോയിട്ട് വരാണ്ടായപ്പോൾ ഞങ്ങൾ തെരഞ്ഞു പോയി നോക്കുമ്പോഴേക്ക് അപ്പോൾ എടുത്ത് റോഡിലേക്ക് കൊണ്ടുപോയി വെച്ചിട്ട് പിന്നെ അവിടുന്ന് ഇവിടുത്തെ ആൾക്കാരിലെ കൂടി ചുമന്ന് പടിയിൽ കൊണ്ടുപോയി. എത്ര ദൂരം ചുമന്ന് കൊണ്ടുപോയിട്ടുണ്ടാവും? ഒരു കിലോമീറ്റർ ഉണ്ടാവും. 1 കിലോമീറ്ററോളം ചുമന്ന് കൊണ്ടുപോയിട്ടാണ് ആംബുലൻസ് നിങ്ങൾ കൊണ്ടുപോയ സമയത്ത് കൃത്യമായി കിട്ടിയിരുന്നു? ഇവിടുന്ന് കോട്ടത്തറയ്ക്ക് കിട്ടി. കോട്ടത്തറന്ന് അങ്ങോട്ടാണ് വൈകിയത്. കോട്ടത്തറയിൽ നിന്ന് എന്ത് കാരണം കൊണ്ടാണ് ഇവർ ആംബുലൻസ് വിട്ടുതരാൻ വൈകിയെന്ന് വല്ലതും പറഞ്ഞോ? അത് ICU ഇല്ലാത്ത ആംബുലൻസ് ഇല്ല, അത് കൊണ്ട് വർക്ക്ഷോപ്പിലിട്ടിരിക്കുകയാണ്. ICU സംവിധാനമുള്ള ആംബുലൻസ് രണ്ടും വർക്ക്ഷോപ്പിൽ കൊണ്ടിട്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞു. എന്നിട്ടാണ് അവിടുത്തെ ഒറ്റപ്പാലത്ത് നിന്ന് ആംബുലൻസ് വന്നിട്ടാണ് ഞങ്ങൾ തൃശ്ശൂരിലേക്ക് കൊണ്ടുപോയത്. ആംബുലൻസ് വന്നു. അവിടെ നിന്നിട്ടും ആംബുലൻസ് ഇവിടെ ഊരിലേക്കൊന്നും വരാൻ പറ്റില്ല, പളിയൂര് വരെ വരാൻ പറ്റുള്ളൂ. ഇതുവരെ ഞങ്ങൾ കുറേ കാര്യങ്ങളൊക്കെ ഇത്രയും ഇതിന് മുമ്പും ഇത് കൊണ്ടുപോയിട്ടുണ്ട് ഒരാൾ കൂടി, എന്നിട്ടും പറ്റാത്ത ഒരവസ്ഥയാണ് ഇവിടെ നടക്കുന്നത്. വിനേഷ് കുമാർ വിവരങ്ങളുമായി ചേരുകയാണ്. വിനേഷ്, അനാസ്ഥയുടെ അവഗണനയുടെ മറ്റൊരു ഇര കൂടി. ഒരാഴ്ചക്കിടെ രണ്ടാമത്തെ മരണമാണ് സംഭവിച്ചിരിക്കുന്നത്. വിശദാംശങ്ങൾ. ആര്യ പറഞ്ഞ പോലെ തന്നെ അവഗണനയുടെ അല്ലെങ്കിൽ അനാസ്ഥയുടെയോ അല്ലെങ്കിൽ നിഷ്ക്രിയത്വത്തിന്റെ ഏറ്റവും എക്സ്ട്രീം ലെവലിലാണ് ഇപ്പോൾ ആരോഗ്യവകുപ്പ് എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ ഒരാഴ്ചക്കിടെ നടന്നിരിക്കുന്ന അട്ടപ്പാടിയിൽ ആംബുലൻസ് സൗകര്യമില്ലാതെ ഉണ്ടായിരിക്കുന്ന 2 മരണങ്ങൾ. അതിലൊന്ന് ഇപ്പോൾ മിനിയാന്നായിരുന്നെങ്കിൽ ഒന്ന് ഇന്നാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. അട്ടപ്പാടിയിൽ ആംബുലൻസ് സൗകര്യമില്ലാതെ ചികിത്സ വൈകിയ ആദിവാസി മധ്യവയസ്കൻ 55-കാരനാണ് ഇപ്പോൾ തൃശൂർ മെഡിക്കൽ കോളേജിൽ മരിച്ചിരിക്കുന്നത്. ആംബുലൻസ് ഇല്ലാത്തതിനാൽ ആദിവാസിയായ 55-കാരനെ കോട്ടത്തറ ആശുപത്രിയിൽ നിന്ന് മാറ്റിയത് 4 മണിക്കൂറിന് ശേഷം. അതായത് 4 മണിക്കൂറോളം ഇവിടെ ഈ കോട്ടത്തറ ആശുപത്രിയിൽ ഉണ്ടായിരുന്നു. കോട്ടത്തറ ട്രൈബൽ ആശുപത്രിയിൽ അത്രയും സൂപ്പർ സ്പെഷ്യാലിറ്റി സംവിധാനങ്ങളില്ല. വിദഗ്ധ ചികിത്സ ലഭിക്കണമെങ്കിൽ എന്തായാലും തൃശ്ശൂരിലേക്ക് പോകേണ്ട ഒരു അവസ്ഥയാണുള്ളത്. മേലെ ഭൂതയാർ ഊരിലെ ചെല്ലനാണ് ഈ ദുരവസ്ഥ ഉണ്ടായതും തുടർന്ന് മരണം ഉണ്ടായിരിക്കുന്നത്. ചെല്ലനെ തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയത് ഇങ്ങനെ 4 മണിക്കൂറോളം ആംബുലൻസ് കാത്തു നിന്ന ശേഷം. അതായത് ഇവിടെ വെന്റിലേറ്റർ നേരത്തെ ഉണ്ടായ മരണം 2 ആംബുലൻസുകളും വെന്റിലേറ്റർ സൗകര്യമില്ലാത്തതിൽ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോഴാകട്ടെ ICU സംവിധാനമില്ലാത്ത ആംബുലൻസ് ഇവിടെ ഇല്ലാത്തത് കൊണ്ടാണ്. ഇവിടെ നിലവിൽ 6 ആംബുലൻസുകളുണ്ട്. ഇതിൽ 6 ആംബുലൻസുകളിൽ 2 എണ്ണം വെന്റിലേറ്റർ സൗകര്യമുള്ളതാണ്. ഈ 2ഉം പ്രവർത്തിക്കുന്നില്ല, 2ഉം കട്ടപ്പുറത്താണ്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ICU സംവിധാനമില്ലാത്ത ആംബുലൻസ് ഇല്ലാത്തത് കൊണ്ട് ചെല്ലൻ മരിച്ചിരിക്കുന്നത്. ആട് മേയ്ക്കാൻ പോയ ചെല്ലനെ 2 ദിവസം മുമ്പ് രാത്രി 7 മണിയോടുകൂടി ബോധരഹിതനായി വനത്തിൽ കണ്ടെത്തിയിരുന്നു. ഇന്നലെ 8:30യോടുകൂടി കോട്ടത്തറ ട്രൈബൽ സ്പെഷ്യാലിറ്റി ആശുപത്രിയിൽ എത്തിച്ചു. രാത്രി 12:30യോടെയാണ് രോഗിയെ മെഡിക്കൽ കോളേജിലേക്ക്, അതായത് 7 മണിയോടെ ബോധരഹിതനായി വനത്തിൽ കണ്ടെത്തുകയും 8:30യോടെ കോട്ടത്തറ താലൂക്ക് ആശുപത്രിയിൽ എത്തിക്കുകയും ചെയ്തയാളെ 12:30 ഇവരെ തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞത്. അതിനിടെ ഇവർ മരിക്കുകയായിരുന്നു. നമുക്കറിയാം, അട്ടപ്പാടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും പിന്നോക്ക ജനവിഭാഗം, ആദിവാസികൾ ഉൾപ്പെടെയുള്ള പിന്നോക്ക ജനവിഭാഗം തിങ്ങിപ്പാർക്കുന്ന ഒരു പ്രദേശത്താണ് ഇത്രത്തോളം ആരോഗ്യവകുപ്പിന്റെ അനാസ്ഥ പ്രകടമാവുന്നത്. എന്തായാലും കഴിഞ്ഞ ദിവസം ഉണ്ടായിരിക്കുന്ന മരണം, കഴിഞ്ഞ ദിവസം നമുക്കറിയാം ഒരു ഓട്ടോറിക്ഷയ്ക്ക് മുകളിൽ മരം പൊട്ടി വീണായിരുന്നു മരണമെങ്കിൽ ഇത്തവണ ഇദ്ദേഹത്തിന് ബോധരഹിതനായി വീണതാണ്. എന്താണ് മരണകാരണം എന്ന് പോലും വ്യക്തമല്ല. അദ്ദേഹത്തിന് മറ്റെന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളതിന്റെ ഉൾപ്പെടെയുള്ള വിവരങ്ങൾ ഇനി നമുക്ക് ലഭ്യമാകേണ്ടതുണ്ട്. എന്തായാലും പാലക്കാട് കൃത്യമായ ഒരു വിദഗ്ധ ചികിത്സ ലഭ്യമാകുന്ന രീതിയിലുള്ള ആശുപത്രികളില്ല. അതുകൊണ്ട് തന്നെ പലപ്പോഴും പാലക്കാട് നിന്ന് തൃശ്ശൂരിലേക്ക് കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. ഇത് 4 മണിക്കൂറോളം വൈകി. ഇതാണ് ഇപ്പോൾ ചെല്ലന്റെ മരണത്തിൽ കലാശിച്ചിട്ടുള്ളത്. തീർച്ചയായും വിനേഷ് കുമാറാണ് വിവരങ്ങൾ നൽകിയത്. വിനേഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ അടിസ്ഥാന ആവശ്യങ്ങൾക്ക് പോലും വഴിയില്ലാത്ത, അവകാശങ്ങൾ ലംഘിക്കപ്പെട്ട ഒരു ജനത, അവിടെ അധികാരികളുടെ ഗുരുതരമായ അനാസ്ഥ മൂലം, അവഗണന മൂലം ഒരു ജീവൻ കൂടി പൊലിഞ്ഞിരിക്കുന്നു. വിനേഷ് കുമാറാണ് വിശദാംശങ്ങൾ നൽകിയത്.